RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് ADGP M.R. അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് M.R. അജിത് കുമാർ വിശദീകരണം നൽകിയത്. ഒപ്പം പഠിച്ചയാളുടെ ക്ഷണപ്രകാരം പോയതാണെന്നും സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നുമായിരുന്നു വിശദീകരണം. പൂരം കലക്കാനായിരുന്നു കൂടിക്കാഴ്ച എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി മാർഷൽ വി സെബാസ്റ്റ്യനും രാഹുൽ ജി നാഥും ചേരുന്നു. ആദ്യം മാർഷൽ വി സെബാസ്റ്റ്യനിലേക്ക്. ഗുഡ് മോർണിംഗ്. ഈ പൂരം കലക്കാനാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും അതിനെ അത്ര ലളിതമായി കാണേണ്ടതുണ്ടോ? ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥാനം ഏതെന്ന് ഓർക്കാതെ അത്തരത്തിലൊരു കൂടിക്കാഴ്ച M.R. അജിത് കുമാർ നടത്തുമെന്ന് കരുതാമോ? മോർണിംഗ് മോത്തി. പ്രധാനമായും ഈ വിഷയത്തിൽ RSS നേതാവിനെ കാണുവാൻ വേണ്ടി സ്വന്തം വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വാഹനത്തിൽ ADGP പോവുകയും അത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവാദത്തെ ഏറെ ചൂടുപിടിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹസബാള എന്ന നേതാവിനെ കാണേണ്ട എന്ത് സാഹചര്യമാണ് ഇവിടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGPക്ക് ഉള്ളത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് അതിന് വ്യക്തമായൊരു വിശദീകരണം അദ്ദേഹം നൽകുന്നില്ല. ഈ RSSന്റെ തന്നെ വിജ്ഞാന ഭാരതി എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹി ജയകുമാർ എന്ന ആൾ തൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച ആളാണ്. അദ്ദേഹവുമായുള്ള ബന്ധം കാരണമാണ് ഇദ്ദേഹത്തെ ഒരു സ്വകാര്യ സന്ദർശനം മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള വിശദീകരണമാണ് ADGP അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ മറുപടിയോടുകൂടി അവസാനിക്കുന്നതാണോ അദ്ദേഹത്തിൻ്റെ സന്ദർശന ലക്ഷ്യം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്ന് മാത്രമല്ല, ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ RSSന്റെ നേതാവിനെ കാണുന്നത് പാർട്ടിയെയോ സർക്കാരിനെയോ ബാധിക്കില്ല എന്നുള്ള അഴകുഴമ്പൻ മറുപടിയാണ് നൽകിയത്. എന്നാൽ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് PV അൻവറാണ്. ഈ സാഹചര്യത്തിൽ ഇന്നലെ MV ഗോവിന്ദൻ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുത്താലോ? കണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം CPIMന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP RSSനെ കണ്ട് ഡീലുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, അസംബന്ധമാണ്. അതിന്റെ അപ്പുറം എന്തെങ്കിലും പദമുണ്ടെങ്കിൽ അതാണ്. മാർഷൽ വി സെബാസ്റ്റ്യൻ, വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് പറയുന്നത്. അസംബന്ധമാണോ, അതിനപ്പുറം എന്തെങ്കിലും ആണെങ്കിൽ അതാണ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അത്തരമൊരു വിശദീകരണമാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ പാർട്ടിയുടെ വിശദീകരണം ഇത്ര മാത്രമാണ്. മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടല്ല M.R. അജിത് കുമാർ RS നേതാവിനെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമാണ്. ആ സന്ദർശനത്തിൽ പാർട്ടിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് CPM നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം CPM നൽകുമെന്ന് തോന്നുന്നില്ല. ഇന്ന് അദ്ദേഹം കണ്ണൂരിലുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കും. അപ്പോഴെനിക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നത് അദ്ദേഹം ഇതേ മറുപടി തന്നെ ആവർത്തിക്കും. കാരണം കൂടുതൽ വിശദീകരണങ്ങൾ നൽകാനുള്ള ഒരു സാഹചര്യം CPMലും ഇപ്പോഴില്ല. പ്രത്യേകിച്ച് PV അൻവറാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അജിത് കുമാറിന്റെ സന്ദർശനങ്ങൾ പലതും സർക്കാരിനെ കൂടി അട്ടിമറിക്കാനുള്ളതാണ്. സോളാർ കേസ് അട്ടിമറിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പല കേസുകളും ഇദ്ദേഹം അട്ടിമറിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം, ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണം നിലനിൽക്കുന്നിടത്തോളം കാലം CPMന് ഇത്തരം ലാഘവ ബുദ്ധിയോടുകൂടി ഇത്തരം വിഷയങ്ങളെ കാണുവാനോ അങ്ങനെ ഒരു പ്രതികരണം നടത്തുവാനോ സാധിക്കില്ല. അപ്പോൾ പതിവ് പോലെ അതിനെ അവഗണിക്കുക എന്നുള്ള തരത്തിലുള്ള മറുപടി മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ CPMന്റെ ഭാഗത്തുനിന്ന്. M.R. അജിത് കുമാറിന്റെ വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും തൃപ്തികരമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത്തരമൊരു സഹപാഠിയുടെ കൂടെ ഞാൻ പോയതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമേ ഇല്ല എന്ന് ADGP അജിത് കുമാർ പറയുമ്പോൾ അതിനപ്പുറം പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെയുള്ള ആരോപണങ്ങൾ, ഒന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആരോപിച്ചിരുന്നു, കൂടുതൽ തെളിവുകൾ പുറത്തുവിടാം ഇങ്ങനെ ഒരു കാര്യം നിഷേധിക്കുകയാണെങ്കിൽ എന്ന്. അതിനുള്ള മറുപടി സർക്കാർ നൽകേണ്ടി വരും. എന്ന് മാത്രമല്ല, ഇന്ന് K മുരളീധരനും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇക്കാര്യത്തെ വിമർശിച്ചിട്ടുള്ളത്. അജിത് കുമാർ അതിനുശേഷം നടന്നിട്ടുള്ള പൂരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്, പൂരം കലക്കുന്നുണ്ട്, സുരേഷ് ഗോപിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു എന്നെല്ലാം VS സുനിൽകുമാറും K മുരളീധരനും സുരേഷ് ഗോപിയുടെ എതിർ സ്ഥാനാർത്ഥികളായിരുന്നവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത് അജിത് കുമാറിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ ഇപ്പോഴും ലോ ആൻഡ് ഓർഡർ ADGP ആയി അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യം ഉയരും. ആ ചോദ്യത്തിന് സംസ്ഥാന സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ MV ഗോവിന്ദൻ മാസ്റ്ററും ഇതിന് മറുപടി പറയേണ്ടി വരും. അത്തരമൊരു സാഹചര്യം വീണ്ടും നിലനിൽക്കുകയാണ്. മോത്തി,
മാർഷൽ, നമുക്കറിയാം സോളാർ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വന്നത് എന്നും ഇപ്പോൾ ആരോപണ വിധേയനായ എം.ആർ. അജിത്കുമാറിന്റെ ഫോണിൽ നിന്നും ഇടനിലക്കാരനായ ഷാജ് കിരണിന്റെ ഫോണിലേക്ക് എത്ര തവണ കോളുകൾ പോയി തുടങ്ങിയ കാര്യങ്ങൾ, ഇതിൽ എങ്ങനെയാണ് പരാതിക്കാരിയുമായി ഇടപെട്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. പലപ്പോഴായി ആദ്യം മുതൽ തന്നെ പുറത്തു വന്നതാണ്. ആ സന്ദർഭങ്ങളെല്ലാം കടന്നിട്ടും സർക്കാരിനൊപ്പം ഏറ്റവും വേണ്ടപ്പെട്ടവനായി ഒപ്പം നിന്ന ഒരാൾ ആണ് എം.ആർ. അജിത്കുമാർ. പക്ഷേ ഈ ഘട്ടത്തിൽ RSS ബന്ധം വളരെ വ്യക്തമായി പുറത്തു വരുമ്പോൾ എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രതിച്ഛായ സംരക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ADGP അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ അത് അടിയന്തരമായി നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വിവാദങ്ങളെല്ലാം തന്നെ ഉയരുന്നത്. ADGP അജിത് കുമാറിനെതിരെ പോലീസ് ചീഫ് തന്നെ അന്വേഷണം നടത്തുകയാണ്. അദ്ദേഹത്തിനോടൊപ്പമുള്ള സംഘം അന്വേഷണം നടത്തുന്നു. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ അജിത് കുമാറിനെതിരെ നടപടി എടുക്കുകയുള്ളൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പാർട്ടിയുടെ പിന്തുണയുമുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും എടുത്തുചാടി നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ, ഉടൻ അടിയന്തരമായി തന്നെ നടപടികൾ എടുക്കുന്ന സർക്കാർ, ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ മാത്രം അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, 1 മാസം കഴിയട്ടെ എന്നൊക്കെയുള്ള ലാഘവ സമീപനം സ്വീകരിക്കുന്നതിനകത്ത് ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ട ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടാൻ ഇത് ഇടയാക്കുന്നു. അതിൽ മറികടക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. പോലീസ് ചീഫ് തന്നെ അന്വേഷിച്ച് നൽകുന്ന റിപ്പോർട്ട് എത്രമാത്രം സുതാര്യമായിരിക്കും, എത്രമാത്രം സ്വജനപക്ഷപാതം നിറഞ്ഞതായിരിക്കുമെന്നുള്ള സംശയങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിൻ്റെ കാര്യത്തിലും പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ ആവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന കെടുകാര്യസ്ഥത എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പല കാര്യങ്ങളും വിട്ടുകളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് മാത്രമേ കേരള പോലീസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ മുഖ്യമന്ത്രി തന്നെ ഒരു നിലപാട് സ്വീകരിക്കുകയും അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകും. ഞാൻ മടങ്ങി